നമസ്കാരം. എഡാ 247ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാവ്യ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം മാറ്റിവെച്ച ഒരു ക്ലാസ് ആയിരുന്നു നമ്മുടെ HCA എക്സാം സ്പെഷ്യലിന്റെ റിവിഷൻ 2. ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ ആ സെയിം തന്നെയാണ് HCA എക്സാം സ്പെഷ്യലായിട്ട് റിവിഷൻ 2 ആണ് ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. നമ്മൾ റിവിഷൻ ഫസ്റ്റ് കഴിഞ്ഞതാണ്, ഇനി സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് HCA എക്സാം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും റീസെന്റ് ആയിട്ട് കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റിവിഷൻസും കാര്യങ്ങളൊക്കെ മാത്സിൽ നിന്നും മെന്റൽ എബിലിറ്റിയിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നല്ലൊരു മോട്ടിവേഷൻ കോട്ടോട് കൂടി നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ തന്നെ ഏറ്റവും നല്ല ഒരു മോട്ടിവേഷൻ കോട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നോക്കിക്കേ, യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് ഷ്യൂർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. അപ്പം എന്താണ്, നമുക്കൊരിക്കലും നമ്മുടെ ഭാവിയെ മാറ്റാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ശീലങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ശീലങ്ങളിലൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാവിയെ മാറ്റാം. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഷ്യൂർലി പറയുന്നുണ്ട്, ഷ്യൂർലി നമുക്കത് ഫ്യൂച്ചർ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ശീലങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോഴല്ല, ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു മോട്ടിവേഷൻ കോട്ടോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഓഫർ ആണുള്ളത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം, November 14th നമ്മുടെ ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫർ എന്നുണ്ട്. നിങ്ങൾക്ക് 15% ഓഫ് ഉണ്ട് ഓൺ ഓൾ കേരള പ്രോഡക്ട്സിനാണുള്ളത്. 15% ഓഫ് വിത്ത് ഡബിൾ വാലിഡിറ്റി നിങ്ങൾക്കിന്ന് ഉണ്ട്. ഓക്കെ, അപ്പോൾ 15% ഓഫും കൂടെ ഡബിൾ വാലിഡിറ്റിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാനുള്ള ഫാക്കൽറ്റി കോഡ് എന്ന് പറയുന്നത് Y340 ആണ്. Y340. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കേരള പ്രോഡക്ട്സ് ആയിട്ട് എല്ലാ പ്രോഡക്ട്സിനും നിങ്ങൾക്ക് 15% ഓഫ് വിത്ത് ഡബിൾ വാലിഡിറ്റി ആണുള്ളത്. അതായത് നമ്മുടെ മഹാപാക്സിന്, അതുപോലെ നമ്മുടെ ലൈവ് കോഴ്സസ്, ടെക്സ്റ്റ് ബുക്സ്, ടെസ്റ്റ് സീരീസ്, പിന്നെ വരുമ്പോൾ ഇ ബുക്സ്, ഇതിനെല്ലാത്തിനും കൂടെയാണ് എന്ത് 15% വിത്ത് ഡബിൾ വാലിഡിറ്റി നിങ്ങൾക്കിന്ന് ഓഫർ ഉള്ളത്. അപ്പോൾ ഇനിയും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, നമ്മുടെ ലൈവ് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഓഫറാണ്. ഒരു വർഷത്തെ കോഴ്സ് നിങ്ങൾക്ക് 2 വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 15% ഓഫ് വിത്ത് ഡബിൾ വാലിഡിറ്റി ആണ്. അപ്പോൾ മറക്കണ്ട, ഫാക്കൽറ്റി കോഡ് Y340 യൂസ് ചെയ്യുക. Y340. നെക്സ്റ്റ് വൺ, നമുക്കിനി റീസെന്റ് ആയിട്ട് നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ബാച്ച് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. November 16th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ടൈമിങ്സിലാണ് നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. രാവിലെ 11 മണി തൊട്ട് 12:30 വരെയും 2 മണി തൊട്ട് 3:30 വരെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. അപ്പോൾ ബാച്ച് 2 ആണ്. ബാച്ച് 1 ഇപ്പോൾ നമ്മൾ സ്മൂത്ത്ലി നമ്മളിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ച് 2ലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക, നമ്മളോടൊപ്പം പഠിക്കുക. അപ്പോൾ നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഫാക്കൽറ്റി കോഡ് മറന്നു പോവണ്ട. വീണ്ടും ഞാൻ പറയുകയാണ്, ഫാക്കൽറ്റി കോഡ് Y340. ഇന്നാകുമ്പോൾ നിങ്ങൾക്ക് 15% ഓഫ് വിത്ത് ഡബിൾ വാലിഡിറ്റി സ്വന്തമാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് HCA റിവിഷൻ 2ന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An amount ₹P was lent at R% per annum simple interest. After 3 years, total amount becomes 4,600 and after 5 years, total amount become 5,000. What is P? അപ്പോൾ P എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അല്ലേ? നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്യുന്ന എമൗണ്ട്. അപ്പോൾ അതാണ് P എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇത്ര എമൗണ്ട് P എന്ന് പറഞ്ഞ ഇത്ര എമൗണ്ട് 6%, R എന്ന് പറയുന്നത് ആ കാണിച്ചിരിക്കുന്നതാണ്. 6% എന്താണ് 6% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുകയാണ്. ഓക്കെ, ലെൻഡ് ചെയ്യാണ്. ഓക്കെ, ലെൻഡ് ചെയ്തു. ആഫ്റ്റർ 3 years ടോട്ടൽ എമൗണ്ട് ബിക്കംസ്. അപ്പോൾ 3 വർഷത്തിന് ശേഷം ടോട്ടൽ എമൗണ്ട് എത്രയാവും? 4,600 രൂപയാവും. 5 വർഷത്തിന് ശേഷം ടോട്ടൽ എമൗണ്ട് 5,000 രൂപയാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാണ് ആദ്യം ലെൻഡ് ചെയ്ത എമൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് P തന്നെയാണ്. എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, അത് 6% എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ
പിന്നെ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ആഫ്റ്റർ 3 years എമൗണ്ട് എന്താവും? 4600 ആകും. അപ്പോൾ അതായത് A3 എന്ന് പറയുന്നത് 4600 ആകും. ഇനി ആഫ്റ്റർ 5 years എത്രയാകും? 5000 രൂപയാവും. അതായത് A5 എന്ന് പറയുന്നത് എത്ര രൂപയാവും? 5000 രൂപയാവും. അതായത് നമുക്ക് ഇതിൽ നിന്ന് 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. ഇൻട്രസ്റ്റ് ഫോർ 2 years എത്രയാണ്? 5000 മൈനസ് 4600. അപ്പൊ എത്ര കിട്ടും? 400 രൂപ കിട്ടും അല്ലെ? എത്രയാണ്? 400 രൂപയാണ് ഇൻട്രസ്റ്റ് ഫോർ 2 year. അങ്ങനെയാണെങ്കിൽ 1 yearലുള്ള ഇൻട്രസ്റ്റ് എന്തായിരിക്കും? 200 രൂപയായിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 600 രൂപയായിരിക്കും. ആണല്ലോ, കാരണം 3 വർഷം കഴിഞ്ഞുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 600 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എമൗണ്ട് ഇപ്പോൾ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പോൾ നമുക്കറിയാം എമൗണ്ട് എന്ന് പറയുന്നത് P+I ആണല്ലേ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലെൻഡ് ചെയ്യുന്ന തുക അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്യുന്ന തുക, തുക പ്ലസ് അതിന് കിട്ടുന്ന പലിശ, അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് എമൗണ്ട് ഉണ്ട്, കൂടെ നമുക്ക് ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 3 വർഷത്തെ എമൗണ്ട് എത്രയാണ്? 4600. ഇനി 3 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 600. അതിൽ നിന്ന് 600 കുറയ്ക്കുക. എത്ര കിട്ടും നമുക്കപ്പോ? 4000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുന്നത്. എത്രയാണ്? 4000 രൂപയാണ് ലെൻഡ് ചെയ്തത്. ഓക്കെ, 4000 രൂപയാണ് ലെൻഡ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ സി 4000 രൂപയാണ്. ഓപ്ഷൻ സി 4000 രൂപയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എല്ലാവരും ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നോക്കാം. A invested rupees P in simple interest scheme at the rate of 20% per annum for 2 years and after 2 years and received the interest amount is 5000. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? P എന്ന് പറയുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റേറ്റ് അപ്പോഴത്തെ പലിശ നിരക്ക് എത്രയാണ്? 20% പലിശ നിരക്കിലാണ് പെർ ആനം ഫോർ 2 years. അപ്പൊ 2 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, 2 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്? 5000 രൂപയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടിയത്. ഫൈൻഡ് ദ എമൗണ്ട് റിസീവ്ഡ് വെൻ റുപ്പീസ് P invested at 10% per annum compounded after compound interest for 3 years. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ എമൗണ്ട് റിസീവ്ഡ്. അപ്പോൾ എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. വെൻ റുപ്പീസ് P എത്രയാണോ നമ്മൾ മേളത്തെ P, ആ ഒരു P വാല്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടും. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ഒരു P വാല്യൂ, ആ ഒരു എമൗണ്ട് 10% പലിശയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് എമൗണ്ട് നമുക്ക് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. ആ ഡേറ്റ വെച്ചിട്ട് P കണ്ടുപിടിക്കുക. എന്നിട്ട് ആ Pനെ എടുത്ത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട് റിസീവ് ചെയ്തെന്ന് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? A ഇൻവെസ്റ്റഡ് റുപ്പീസ് P ആണ് അല്ലെ. ഓക്കെ, A ഇൻവെസ്റ്റഡ് റുപ്പീസ് P ആണ്. ഓക്കെ, ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് സ്കീം അറ്റ് ദ റേറ്റ് ഓഫ് 20% per annum for 2 years and after 2 years and received interest amount 5000. അപ്പോൾ കിട്ടുന്ന എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 5000 രൂപയാണ് കിട്ടിയത്.
പി എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. എത്രയായിരുന്നു റേറ്റ്? 20% ആണ് റേറ്റ്. എത്ര വർഷത്തേക്കായിരുന്നു? ടൈം എത്രയായിരുന്നു? 2 ഇയേഴ്സത്തേക്കായിരുന്നു. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാ പലിശയ്ക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100 ആണ്. ആണല്ലോ. അപ്പൊ നമുക്കിവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 5000 ഇസ് ഈക്വൽ ടു പി എത്രയാണെന്ന് അറിയില്ല, ആറ് 20%, ടി എത്രയാണ്? 2 ഇയേഴ്സ് ബൈ 100. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് കട്ട് ചെയ്ത് പോയി. നെക്സ്റ്റ്, അപ്പോൾ 5000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2. അപ്പോൾ ഇത് 5 ആയി. അപ്പോൾ 12500 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത തുക എത്ര കിട്ടി? നമുക്ക് 12500 രൂപ കിട്ടി അല്ലെ. ഇനി ഈ 12500 രൂപ 3 വർഷത്തേക്ക് 10% പലിശ നിരക്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്കപ്പോൾ പി എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്, എത്ര വർഷത്തേക്കാണ് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല അല്ല, ഫോർമുലയെക്കാട്ടിലും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട്. നമുക്ക് 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 1331 എന്ന് ഇവിടെ കൊടുക്കാം. ഓക്കെ, നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1331 എന്ന് കൊടുക്കാം. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി ഈ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് SI ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇനി ഇത് 3ഉം കൂടെ ചേർന്നിട്ട് ഈ 3ന്റെ സം 3 + 3 + 1 അതിന്റെ സമ്മാണ് എന്ത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി ഈ 3യും 1ഉം കൂടെ ചേർന്നിട്ടുള്ള സമ്മാണ് എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ SI ആൻഡ് CI. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 12500 ആണ്. അപ്പൊ ഞാൻ 12500 കൊടുക്കുകയാണ്. എത്ര ശതമാനമാണ്? 10% പലിശയ്ക്കാണ്. അതായത് 12500ന്റെ 10% എത്രയാണ്? 1250. ഈ 3ന്റെ താഴെ എഴുതണം. ഇനി 1250ന്റെ 10% എത്രയാണ്? 125 ആണ് അല്ലെ. 125. അടുത്ത 3യുടെ താഴെ 125 കൊടുക്കുക. ഇനി 125ന്റെ 10% എത്രയാണ്? 12.5 വരും അല്ലെ. അത് ആ 1ന് താഴെ കൊടുക്കാം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്ലസ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതായത് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട്, ഇത് രണ്ടും കൂടെയുള്ള സമ്മാണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമ്പൗണ്ട് നമുക്ക് എന്ത് കിട്ടും? നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഇത് 3ഉം കൂടെ കൂട്ടുമ്പോഴാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് 3 × 1250 പ്ലസ് 3 × 125 പ്ലസ് 1 × 12.5. അപ്പൊ 3 × 1250 എത്രയാണ്? 0, 3750 അല്ലെ. പ്ലസ് ഇനി 375 പ്ലസ് ഇനി എന്താണ്? 12.5. അപ്പൊ എത്ര കിട്ടി? 5, 7, നെക്സ്റ്റ് 12, 13, 4, 1, 3, 7.5 ആണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇനി എന്താ നമുക്കറിയാം? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരുന്നു? 12500 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലേ. അതായത് 12500 പ്ലസ് എത്രയാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? 4137.5. അപ്പൊ നമുക്ക് എത്ര കിട്ടി? എമൗണ്ട് എത്ര കിട്ടി? 0.5 അവിടെ തന്നെ ഉണ്ട്. ഇനി 7, 3, 6, 6, 1 അല്ലെ. എത്രയാണ്? 1, 6, 6, 3, 7.5. 1, 6, 6, 3, 7.5. അപ്പൊ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് കുറച്ചൊന്ന് ലെങ്തി ആയി പോകുന്നതാണ്. അല്ലാതെ തന്നെ നമുക്കൊരു കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ.
ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 4 years. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 9 times ഇറ്റ് സെൽഫ് അറ്റ് ദ സെയിം റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? എ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 4 years. അപ്പോൾ 4 വർഷം കൊണ്ട് എത്രയാണോ മണി ഉണ്ടായിരുന്നത്, അത് മണി ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്, അത് എന്ത് ചെയ്യും? സം ഓഫ് മണിയാണ്. സം ഓഫ് മണി എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്, അത് ഡബിൾ ചെയ്യും. ഓക്കെ, ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 9 times ഇറ്റ് സെൽഫ് അറ്റ് ദ സെയിം റേറ്റ്. എങ്കിൽ ആ സെയിം റേറ്റിൽ തന്നെ എത്ര ഇയേഴ്സ് കൊണ്ട് അത് 9 times ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കേ. നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത മണി നമുക്ക് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പി എന്ന് നമ്മളവിടെ കൊടുത്തു. നമുക്ക് എത്ര പെർസെൻറ്റേജിനാണ് ഇൻവെസ്റ്റ് ചെയ്തത് നമുക്കറിയില്ല. ഓക്കെ, അത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, പി എമൗണ്ട് ആണ് നമ്മൾ കൊടുത്തത്. 4 വർഷം, അതായത് ടി എന്ന് പറഞ്ഞാൽ 4 വർഷം. 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ പി എമൗണ്ട് എന്തായി? ഡബിൾ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ 2p ആയി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിനകത്ത് നമ്മൾ വേറെ ഇൻട്രസ്റ്റിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്കിത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്രത്യേകം പറയും ഇങ്ങനെ എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ആനുവലി എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇതിപ്പോ നമുക്ക് വേറെ ഇൻട്രസ്റ്റിന്റെ കാര്യം അതിനകത്ത് ഒന്നും പറയുന്നില്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല. എങ്കിൽ സാധാ പലിശയ്ക്കുള്ളത് അങ്ങ് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം SI എന്ന് പറയുന്നത് എന്താണ്? P into R into T by 100 ആണ് അല്ലെ? ഇതിൽ നിന്ന് SI നമുക്ക് എങ്ങനെ കിട്ടും നോക്കിക്കേ. SI എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 4 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന തുക മൈനസ് പി ആണ് അല്ലെ? അപ്പൊ 2p മൈനസ് പി, അതാണ് നമ്മുടെ SI എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ 2p മൈനസ് പി എന്താണ്? 2p മൈനസ് പി ഇസ് ഈക്വൽ ടു P into R into T എത്ര? 4 years by 100. അപ്പൊ 2p, P is equal to P into R into 4 by 100. നമുക്ക് പിയും ക്യാൻസൽ ചെയ്ത് പോവാം. ബാക്കി നമുക്ക് 25 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ R is equal to 25% എന്ന് കിട്ടി. അപ്പൊ നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് 6 കിട്ടി. എന്താണ്? 25% നമുക്ക് 6 കിട്ടി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ സെയിം റേറ്റിൽ തന്നെ, അതായത് 25% തന്നെ എത്ര വർഷം കഴിയുമ്പോൾ അത് 9 times ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നോക്കിക്കേ, അപ്പോ 9 times ആകുക എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞ എമൗണ്ട് 6% എത്രയാണ്? 25% 9 times ആകുക എന്ന് പറഞ്ഞാൽ 9p ആണ്. അപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് SI is equal to P into R into T by 100 തന്നെയാണ്. ഇവിടെ നമുക്ക് 9p minus p ആണ് SI വരുന്നത്. അപ്പോൾ 8p ആണ്. 8p is equal to P into R into R എത്രയാണ്? നമുക്കിവിടെ 25 കൊടുക്കാം. ഓക്കെ, ഓക്കെ, എത്രയാണ് ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? by 100. നമുക്കത് 4 കിട്ടി. ഇനി ഇതിലെ പി നമുക്ക് കട്ട് ചെയ്ത് പോയി. അപ്പൊ T is equal to 8 into 4 32 years. അപ്പൊ 32 വർഷം കഴിയുമ്പോഴാണ് ആ നിക്ഷേപിച്ച എമൗണ്ട് സെയിം റേറ്റില് 9 times ആയിട്ട് മാറുന്നത്. അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ ഡി 32 വർഷമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമല്ലോ. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇതേതാ 4ാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തല്ലോ എല്ലാവരും. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് നോക്കാം. 40% of 5,000 is deposited at 10% per annum compound interest compound annually and the remaining 8% per annum in simple interest. Find the interest earned after 3 years. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 5000ന്റെ 40% 10% പലിശയ്ക്ക്
കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ആൻഡ് റിമൈനിങ് വരുന്ന പൈസ ഉണ്ടല്ലോ 40% നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്. ബാക്കി വരുന്ന റിമൈനിങ് വരുന്നത് 8% പലിശയ്ക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ 3 വർഷം കഴിയുമ്പോൾ എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, എത്ര ഇൻട്രസ്റ്റ് ഏൺ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഇൻട്രസ്റ്റ് ഏൺ ചെയ്യും? അതായത് നോക്കിക്കേ, 5000ന്റെ 40% എന്ന് പറയുമ്പോൾ എന്താണ്? 5000ന്റെ 40%. 5000ന്റെ 40% എത്ര വരും? 2000 രൂപ വരും അല്ലെ? ഈ 2000 രൂപയാണ് 3 വർഷത്തേക്ക്. അപ്പൊ നമുക്ക് 3 വർഷം കഴിഞ്ഞുള്ള ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ 3 വർഷത്തേക്ക് 10% പലിശയ്ക്ക് ഇട്ടിരിക്കുന്നത്. അതായത് നമുക്ക് 3 വർഷം എന്ന് പറയുമ്പോൾ 1331 ആണ്. ഓക്കെ, ഇതിൽ ഈ 2000 രൂപയാണ് 3 വർഷത്തേക്ക് 10% പലിശയ്ക്ക് എന്തിട്ടേക്കുന്നത്? ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 വർഷം കഴിഞ്ഞുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. നോക്കിക്കേ, ആദ്യം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ആനുവലി എന്ന് പറയുന്നുണ്ട്. രണ്ടാമതാണ് 8% പലിശയ്ക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, സാധാ പലിശയ്ക്ക് ഇട്ടേക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ 2000 രൂപയ്ക്ക് 10%, 2000ന്റെ 10% എത്ര വരും? 200 വരും അല്ലെ? 200ന്റെ 10% 20 വരും. 20ന്റെ 10% 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് എത്ര കിട്ടും? നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഇത് 3ന്റെയും സമ്മാണ് അല്ലെ? സം വരുമ്പോൾ 3 × 200, 3 × 200 പ്ലസ് 3 × 20 പ്ലസ് 1 × 2. 3 × 200 എത്രയാണ്? 600. 600 പ്ലസ് 60 പ്ലസ് 2 എത്ര വന്നു? 662 വന്നു അല്ലെ? എത്രയാണ്? 662 വന്നു. ഇത് CI ആണ്. CI ആഫ്റ്റർ 3 ഇയേഴ്സ് ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇത് 2000 രൂപയേ ഉള്ളൂ. ഇനി 5000ത്തിന്റെ ബാക്കി എത്രയുണ്ട്? 3000 രൂപ. ഈ 3000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് 3 വർഷത്തേക്ക് 8% പലിശയ്ക്ക്. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തേക്ക് നോക്കിക്കേ, 1331 തന്നെയാണ് അവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3000 രൂപയാണ്, 8% ആണ്, അതായത് 240 വരും. 240ന്റെ 8%. അപ്പോൾ 24 × 8, 24 8 2 3 എത്രയാ? 16 19. അപ്പോ 192 ബൈ 10 വരുമ്പോ എത്രയാണ്? 0.2 ആണ്. നെക്സ്റ്റ് നമുക്ക് 19.2ന്റെ 8% നോക്കുക. 8% നോക്കുമ്പോൾ നമുക്ക് 1.536 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതൊന്നും കണ്ടുപിടിക്കേണ്ട, SI മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ഒറ്റ വാല്യൂ ആണ് SI, ഈ ഒരു 3 മാത്രമാണ് SI. അപ്പൊ ഈ ഒരു ഒറ്റ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 3 × 240 എത്രയാ വരുന്നത്? 720 ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ് 3 വർഷം കഴിയുമ്പോൾ? ടോട്ടൽ ഇൻട്രസ്റ്റ് 662 പ്ലസ് 720 2 8 13 1382 രൂപയാണ് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. 3 വർഷം കഴിയുമ്പോൾ ഉള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 5000 രൂപയ്ക്കുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് വന്നിട്ട് 1382 രൂപയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ല പോലെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. P and Q started the business with the investment of rupees X. അപ്പോൾ
പിയും ക്യൂ നമ്മുടെ പാർട്ട്ണർഷിപ്പിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ പിയും ക്യൂവും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എത്രയാ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടത്? റുപ്പീസ് എക്സ് ആൻഡ് 24,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ പി ഇട്ടത് എക്സ് റുപ്പീസും ക്യൂ ഇട്ടത് 24,000 രൂപയുമാണ്. അറ്റ് ദ എൻഡ് ഓഫ് 1 year ദ പ്രോഫിറ്റ് ഓഫ് പി ആൻഡ് ക്യൂ ഇൻ ദ റേഷ്യോ 4:5 ആണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിയുടെയും ക്യൂയുടെയും പ്രോഫിറ്റിന്റെ റേഷ്യോ എത്രയാണ്? 4:5 ആണ്. എങ്കിൽ വാല്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് എക്സിന്റെ വാല്യൂ എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, പിയും ക്യൂവും ആദ്യം എത്രയാണ് നിക്ഷേപിച്ചത്? എക്സ്, ക്യൂ 24,000 രൂപ. ഓക്കെ, എത്ര വർഷത്തേക്കാണ്? ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റിന്റെ കാര്യം പറയുന്നുണ്ടല്ലേ, അപ്പൊ ഒരു വർഷത്തേക്കാണ്. അപ്പൊ ഇൻറ്റു 12. അപ്പൊ ഇതെന്താണ്? പ്രോഫിറ്റ് ആയല്ലേ, ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം. ഓക്കെ, ഇതും എത്രയാണ്? 12. അപ്പൊ രണ്ടും 12 ആയിരുന്നു, നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എക്സ് ഇസ് ടു 24,000 ആണ്. അപ്പോൾ കിട്ടുന്ന ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4:5 ആണ്. പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്? 4:5. അതായത് എക്സ് ബൈ 24,000 ഇസ് ഈക്വൽ ടു കിട്ടിയ പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റിന്റെ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? 5x is equal to 24,000 into 4. x is equal to 24,000 into 4/5. എത്ര കിട്ടും അപ്പോൾ? 4 24 അല്ലേ? ഓക്കെ, 24 800. അപ്പോൾ 4,800 ഇൻറ്റു 4 ആണ്. അപ്പോൾ നമുക്ക് 0 0 2 3. ഓക്കെ, 19200 ആണ് ആൻസർ കിട്ടുന്നത്. 192 ഓപ്ഷൻ ഡി 19200 ആണ്. അപ്പോൾ പി നിക്ഷേപിച്ചത്, പി ഇൻവെസ്റ്റ് ചെയ്തത് എത്ര രൂപയാണ്? 19200 ആണ് പി ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. സെയിം തന്നെയാണ്, നമ്മുടെ പാർട്ട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ആൻഡ് ബി ഇൻവെസ്റ്റഡ് ₹60,000 ഈച്ച്. അപ്പോ എയും ബിയും 60,000 രൂപ വീതം വെച്ച് ഇട്ടു. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് എ ബിസിനസ്. ഓക്കെ, ആഫ്റ്റർ 1 year, അപ്പോൾ ഒരു വർഷത്തേക്ക് ശേഷം, ഒരു വർഷം അപ്പോൾ ഈ 60,000 രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു വർഷത്തേക്ക് 60,000 രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ആഫ്റ്റർ 1 year എ ഇൻവെസ്റ്റ് ആൻ അഡീഷണൽ എമൗണ്ട് ഓഫ് ₹30,000. അപ്പോൾ എ ഒരു 30,000 രൂപ കൂടുതലിട്ടു. അപ്പൊ എത്രയായി? 60,000 നിന്ന് 30,000 രൂപ കൂടുതലിട്ടു. അപ്പൊ എത്രയായി? 90,000 രൂപയായല്ലേ? എത്ര നാളത്തേക്കാണ് അത്? അറ്റ് ദ എൻഡ് ഓഫ് ദ 2 year പറയുന്നുണ്ട്. അപ്പൊ അതും ഒരു വർഷത്തേക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നോക്കിക്കേ, ഇനി നെക്സ്റ്റ്, ആൻഡ് ബി വിഡ്രോ 10,000. അപ്പോൾ 60,000 നിന്ന് 10,000 രൂപ പോയി കഴിഞ്ഞാൽ, വിഡ്രോ ചെയ്തു ബി, പോയി കഴിഞ്ഞാൽ ബാക്കി 50,000 രൂപയാണുള്ളത്. അത് 12 മാസത്തേക്ക് തന്നെയാണ്, അതായത് ഒരു വർഷത്തേക്ക് തന്നെയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ 2 year ദേ ഏൺ എ പ്രോഫിറ്റ് ഓഫ് എത്രയാ? 74,100 രൂപയാണ് അവർ ഏൺ ചെയ്ത പ്രോഫിറ്റ്. എങ്കിൽ ഷെയർ ഓഫ് എ ഇൻ ദ പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഷെയർ ഓഫ് എ ഇൻ ദ പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് സീറോസ് എല്ലാം കട്ട് ചെയ്ത് കളയാം അല്ലേ? ഇത് പ്ലസ് ആണ് കേട്ടോ, ഇത് പ്ലസ് ആണ്. സീറോസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോളൂ, സീറോസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോളൂ. അപ്പോൾ ബാക്കി എന്ത് വരും? 12 ആണല്ലോ. സെയിം 12 ഈക്വൽ, രണ്ടും 2 വർഷത്തേക്ക് 24 മാസത്തേക്കാണല്ലോ. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്ത് വന്നു? 6 + 9 15 ഈസ്റ്റു 6 + 5 എത്രയാ? 11. അപ്പൊ 15:11 ആണ് നമ്മുടെ പ്രോഫിറ്റ് റേഷ്യോ വന്നത്. അപ്പോൾ 15:11, അതായത് ഈ 26 ആണ് ടോട്ടൽ പ്രോഫിറ്റ് റേഷ്യോ. അതാണ് 2 വർഷത്തേക്കുള്ള ടോട്ടൽ പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത് 74,100 രൂപയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 26 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് എന്ന് നോക്കുക. 26 ഇൻറ്റു 2
850. അപ്പോൾ 2850 ഇവിടെ 26 ഇൻറ്റു 2850 ചെയ്യുമ്പോഴാണ് 74,100 രൂപ കിട്ടുന്നത്. ചോദിച്ചിരിക്കുന്നത് ഷെയർ ഓഫ് എ ആണ്. അപ്പോൾ 15 റേഷ്യോക്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 15 ഇൻറ്റു 2850 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 42,750 നമുക്ക് ആൻസർ കിട്ടുന്നത്. എത്രയാണ്? 42,750 രൂപയാണ് എത്ര പ്രോഫിറ്റ് നമ്മുടെ എക്ക് കിട്ടിയ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 42,750 രൂപയാണ്. ക്ലിയർ അല്ലേ? എളുപ്പമാണ്. നമ്മൾ സാധാ ലോജിക് യൂസ് ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈസ് 50% മോർ ദാൻ ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിനെ കാട്ടിലും 50% മോർ ആണ്. ഇഫ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് 12936 സെന്റിമീറ്റർ ക്യൂബ്, ദെൻ ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഓഫ് ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാം നോക്കിയേ, നമുക്ക് ചെയ്യാം. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈസ് 50% മോർ ദാൻ ഇറ്റ്സ് റേഡിയസ് ആണ്. അപ്പോൾ ഹൈറ്റ് ഈസ് ടു റേഡിയസ് നമുക്ക് റേഷ്യോ എടുത്ത് നോക്കാം. റേഡിയസ് 100 ആണെങ്കിൽ ഹൈറ്റ് എത്രയാണ്? 50% മോർ എന്നാണ് അല്ലേ? അപ്പോൾ 150 ആണ്. നമുക്ക് എത്ര കിട്ടിയപ്പോൾ റേഷ്യോ 3:2 എന്ന് കിട്ടി. ഹൈറ്റ് ഈസ് ടു റേഡിയസിന്റെ റേഷ്യോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് 12936. അപ്പോൾ വോളിയം നമുക്കറിയാം, സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr²h ആണ് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇപ്പോൾ റേഡിയസും അതുപോലെ ഹൈറ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്, റേഷ്യോ 2 ആണ്. അപ്പോൾ 2x², അതായത് 4x² അല്ലേ? 2x², 2x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x² ആണ്. ഇൻറ്റു h എത്രയാണ്? 3 ആണ്. ഓക്കെ, 3x ഈസ് ഈക്വൽ ടു എത്രയാ? വോളിയം 12936 ആണ്. ഇതിൽ നിന്ന് x² ഇൻറ്റു x എത്രയാണ്? x³ ഈസ് ഈക്വൽ ടു 12936. ബാക്കി എല്ലാം മേളിലും താഴെയൊക്കെ കൊണ്ടുപോകാം, ഈക്വൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ 22 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ 22 ഇതും കൂടെ 588. ബാക്കി നമുക്ക് ഇത്രയും കൂടെ നമുക്ക് 49 കിട്ടും. അപ്പോൾ x³ ഈസ് ഈക്വൽ ടു 49 ഇൻറ്റു 7 343 ആണ്. അപ്പോൾ x ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 343 അഥവാ നമുക്ക് 7 എന്ന് പറയാം. അപ്പോൾ നമുക്ക് x 7 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് എത്ര വന്നു? 21. 3 ഇൻറ്റു 7 21. അടുത്ത്
2 into 7 14 കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഓഫ് ദ സിലിണ്ടർ ആണ്. അപ്പോൾ കർവ്ഡ് സർഫസ് ഓഫ് ദ സിലിണ്ടർ എന്താണ്? 2πRH ആണ്. അതായത് 2 into 22/7 into റേഡിയസ് എത്ര? 14 into ഹൈറ്റ് എത്ര? 21. നമുക്ക് ചെയ്യാം. ബാക്കി ഇവിടെ 2 പോയി. ബാക്കി ഇവിടെ 44 2 88. 88 into 21. 88 into 21. 1848 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത് അല്ലെ? എത്രയാണ്? 1848 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഇത് നമ്മുടെ മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഫോർമുലാസ് നമ്മൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയാസ് ഓഫ് 2 സ്പെറിക്കൽ മെറ്റൽ ബോൾസ് ഹൂസ് റേഡിയസ് ഇൻ ദ റേഷ്യോ 3:5? അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? 2 മെറ്റൽ ബോൾസിന്റെ സർഫസ് ഏരിയയുടെ റേഷ്യോ എന്താണ്? സർഫസ് ഏരിയയുടെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൂസ് റേഡിയസിന്റെ റേഷ്യോ എന്നിട്ടുണ്ട് 3:5 ആണെന്നുള്ളത്. 3:5 എന്ന് പറയുന്നത് റേഡിയസിന്റെ എന്താണ്? റേഷ്യോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 സ്പെറിക്കൽ മെറ്റൽ ബോൾസ് ആണ്, സ്പിയർ ആണല്ലേ. അപ്പോൾ അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഫോർമുല 4πr² ആണ് സർഫസ് ഏരിയ ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് 2 സ്പെറിക്കൽ മെറ്റൽ ബോൾസിന്റെ ആണ്. അതായത് 4πr1². അപ്പോൾ ഒന്നിന് R1 കൊടുക്കാം = 4πr2². അതിൽ നിന്നും 4π ക്യാൻസൽ ചെയ്യും. അപ്പോൾ R1² R2² ആണ്. അപ്പോൾ R2 റേഡിയസ് എന്നിട്ടുണ്ട് 3ഉം 5ഉം. അപ്പൊ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നിന് 3² എന്നും ഒന്നിന് 5² എന്നും കൊടുക്കുക. അപ്പോൾ 9:25 എന്ന ആൻസർ വരുന്നത്. എത്രയാണ്? 9:25. അപ്പൊ അത് വളരെ എളുപ്പമാണ്. ഡയറക്റ്റ്ലി നമുക്ക് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷെ നമുക്ക് ആ ഫോർമുല അറിഞ്ഞിരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ. A conical vessel covers a base area of 154 centimeters square. എന്താണ്? ഒരു കോണിക്കൽ വെസൽ, കോൺ ഷേപ്പ് വെസൽ. അതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് 154 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ വെസൽ എത്രയാണ്? 45% മോർ ദാൻ ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് ബേസ്. അപ്പൊ ബേസിന്റെ റേഡിയസിനെ കാട്ടിലും 45% മോർ ദാൻ ആണ് ആ വെസലിന്റെ ഹൈറ്റ് എങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് വോളിയം അപ്രോക്സിമേറ്റ്ലി. അപ്പൊ അപ്രോക്സിമേറ്റ് ആയുള്ള വോളിയം കണ്ടുപിടിക്കാം. അപ്രോക്സിമേറ്റ് വോളിയം മതി. വോളിയത്തിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ മതി. ഓക്കെ, ചെയ്തോളൂ. അപ്പൊ വോളിയം, കോണിന്റെ വോളിയം ഒക്കെ അറിഞ്ഞിരിക്കുക, ഫോർമുലാസ് ഒക്കെ അറിഞ്ഞിരിക്കുക. എ കോണിക്കൽ വെസൽ കവേഴ്സ് എ ബേസ് ഏരിയ. അപ്പോൾ ഒരു കോൺ ആണ് ഉദ്ദേശിക്കുന്നത്. കോൺ, വൃത്തസ്തൂപിക അല്ലേ? കോൺ. ബേസ് ഇരിക്കുന്നത് എന്ത് മോഡലിലാണ്? സർക്കിൾ മോഡലിലാണ് അല്ലേ?
ബേസ്. അപ്പോൾ ബേസ് ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത് 154 സെന്റിമീറ്റർ സ്ക്വയർ എന്ന്. അപ്പോൾ ബേസ് ഏരിയ സർക്കിൾ മോഡൽ ആയതുകൊണ്ട് ആ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ. സർക്കിളിന്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് അല്ലെ. പൈ ആർ സ്ക്വയർ എന്താണ്? 154 ആണ്. ഇതിൽ നിന്ന് നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കുക. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 154 ഇൻറ്റു 22/7 അല്ലേ. അപ്പോൾ 7/22. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബാക്കി വരുന്നത് 749. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 7 ആണ് കിട്ടുന്നത് അല്ലേ. ആർ ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ വെസൽ എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ വെസൽ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ബേസിന്റെ റേഡിയസ്, അതായത് ഈ കിട്ടിയ റേഡിയസ്. ഓക്കെ, ബേസിന്റെ റേഡിയസിന് 45% മോർ ആണ്. അപ്പൊ ബേസ് റേഡിയസ് എത്ര? 7 ആണ്. അപ്പൊ 7ന്റെ 45%, അതായത് 145% കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് നമുക്ക് സോൾവ് ചെയ്യണ്ട, നമ്മുടെ ആ ഒരു വോളിയത്തിന്റെ ഫോർമുലയിലായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ തനിയെ തന്നെ കട്ട് ചെയ്ത് പോകും. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഇറ്റ്സ് വോളിയം. അപ്പോൾ കോണിന്റെ വോളിയം ആണ്. അപ്പോൾ വോളിയം എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ 1/3 പൈ 22/7 ഇൻറ്റു ആർ, 7 ഇൻറ്റു 7 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 7 ഇൻറ്റു 145/100. കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. 5 പോയി. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ് എത്രയാണ് വരുന്നത്? 29 ഇൻറ്റു ഓക്കെ 15631 അല്ലേ, ഡിവൈഡ് ബൈ 30. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 521.03 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 521 സെന്റിമീറ്റർ ക്യൂബ് എന്ന് എടുക്കാം. 521 സെന്റിമീറ്റർ ക്യൂബ് ആണ് അപ്രോക്സിമേറ്റ് വാല്യൂ ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ കോണിന്റെ എന്താണ് നമ്മുടെ കോണ് എങ്ങനെയാണ് ആ ഒരു ഷേപ്പ് മനസ്സിലാക്കണം. അതിന്റെ ബേസ് ഏരിയ സർക്കിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ സർക്കിളിന്റെ ഏരിയ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, കോണിന്റെ വോളിയം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുക? 10ാമത്തെ ക്വസ്റ്റ്യൻ A train is running at a speed of 24 km/h. അപ്പോൾ ട്രെയിൻ റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 24 km/h ഓടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പാസ് എ ടണൽ ഓഫ് ലെങ്ത്. അപ്പൊ ടണലിന്റെ ലെങ്ത് പറയുന്നുണ്ട്. എന്നിട്ട് ട്രെയിൻ പാസ് ചെയ്യുന്ന ടണലിന്റെ ലെങ്ത് ആണ് 100 മീറ്റർ ഇൻ 36 സെക്കൻഡ്സ് കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ട്രെയിൻ ആൻഡ് ലെങ്ത് ഓഫ് ടണൽ. എങ്കിൽ ട്രെയിനിന്റെ ലെങ്ത്തിന്റെയും ലെങ്ത് ഓഫ് ടണലിന്റെയും റേഷ്യോ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ബിറ്റ്വീൻ എന്താണ്? ലെങ്ത് ഓഫ് ട്രെയിൻ ആൻഡ് ലെങ്ത് ഓഫ് ടണൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വരിക നോക്കിക്കേ. എ ട്രെയിൻ ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ്, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് എഴുതാം. സ്പീഡ് എത്രയാണ്? 24 km/h ആണ്. ബാക്കിയെല്ലാം സെക്കൻഡ്സിലും മീറ്ററിലും ഒക്കെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ 24 km/h നമുക്ക് മീറ്റർ/സെക്കൻഡിലോട്ട് ആക്കാം. അപ്പോൾ 24 ഇൻറ്റു മീറ്റർ/സെക്കൻഡിലോട്ട് ആക്കണമെങ്കിൽ 5/18 ചെയ്താൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് 6 വന്നു, ഇത് 8 വന്നു, ഇത് 4 വന്നു, ഇവിടെ 3 വന്നു. അതായത് 20/3 ആണ് നമ്മുടെ സ്പീഡ്.
20/3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി എന്താ തന്നിരിക്കുന്നത്? ലെങ്ത് ഓഫ് ടണൽ ആണല്ലോ തന്നിരിക്കുന്നത്. എത്രയാണ്? 100. ഇനി ടൈം തന്നിട്ടുണ്ട് 36 സെക്കൻഡ്സ്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമിൽ കൊടുത്താൽ 20/3, ഓക്കെ, 20/3 ഇസ് ഈക്വൽ ടു നമുക്ക് ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ടണൽ മാത്രമേ ഉള്ളൂ. ഈ ലെങ്ത് ഓഫ് ട്രെയിൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ എന്താണ്? എക്സ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് വരും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ടണൽ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് വന്നു? എക്സ് പ്ലസ് ലെങ്ത് ഓഫ് ടണൽ എത്ര? 100 ആണ്. 100 ഡിവൈഡഡ് ബൈ എന്ത് വന്നു? നമുക്ക് 36 സെക്കൻഡ്സ് ആണ്. ഇപ്പം നമുക്ക് സോൾവ് ചെയ്തെടുക്കാം എത്രയാണെന്നുള്ളത്. $12 240. ഓക്കെ, അപ്പോൾ എക്സ് എന്ത് വന്നു? 140 വന്നു. ഓക്കെ, 140 എക്സ് വന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? ലെങ്ത് ഓഫ് ട്രെയിൻ ആണ് 140. 140 പ്ലസ് ലെങ്ത് ഓഫ് ടണൽ എത്ര? 100. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വന്നു? 240 മീറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ഓഫ് ട്രെയിൻ ആൻഡ് ലെങ്ത് ഓഫ് ടണൽ. അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ ഈസ് ടു ലെങ്ത് ഓഫ് ടണൽ ആണ്. ഓക്കെ, ട്രെയിൻ എത്ര കിട്ടി? 140 കിട്ടി. ഈസ് ടു ലെങ്ത് ഓഫ് ടണൽ എത്രയാണ്? 100. 7:5 ആണ് ആൻസർ കിട്ടുന്നത്. എത്രയാണ്? 7:5 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 7:5 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, 11th question. Two trains of the same length but with different speed pass an electric pole in 6 seconds. Okay, two trains of same length ഉള്ള രണ്ട് ട്രെയിൻസ് ബട്ട് വിത്ത് ഡിഫറെന്റ് സ്പീഡ്സ് ആണ്. ഇപ്പോൾ വേറെ സ്പീഡ്സ് ഉള്ളതാണ്. പാസ് ആൻ ഇലക്ട്രിക് പോൾ, ഒരു ഇലക്ട്രിക് പോളിനെ പാസ് ചെയ്യാൻ 6 സെക്കൻഡ്സും 8 സെക്കൻഡ്സും എടുത്തു. ഇൻ വാട്ട് ടൈം വിൽ ദേ ക്രോസ് ഈച്ച് അതർ? എങ്കിൽ എത്ര ടൈമിലായിരിക്കും അവർ തമ്മിൽ ക്രോസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ എത്ര ടൈമിൽ അവർ തമ്മിൽ ക്രോസ് ചെയ്യും? ക്രോസ് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണല്ലേ ക്രോസ് ഈച്ച് അതർ. ഇപ്പോൾ 2 ട്രെയിൻസ് ഉണ്ട്. സ്പീഡ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെയിം ലെങ്ത് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡ്സ് ആണല്ലോ. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ നമ്മൾ S1 എന്നും രണ്ടാമത്തെ ട്രെയിൻ നമുക്ക് S2 എന്നും കൊടുക്കാം. അപ്പോൾ സെയിം ലെങ്ത് ആകുമ്പോൾ ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. അപ്പോൾ D എത്രയാണ്? ടൈം തന്നിട്ടുണ്ട് 6 സെക്കൻഡ്സും 8 സെക്കൻഡ്സും. അപ്പോൾ റെസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ട്രെയിന് 6 സെക്കൻഡ്സും സെക്കൻഡ് ട്രെയിന് 8 സെക്കൻഡ്സും ആയിരിക്കും. 6 = D/8. ഇനി ഇവർ തമ്മിൽ ക്രോസ് ചെയ്തത്, അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആകുമ്പോൾ ഇവിടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്താവും? S1 + S2 ആയിരിക്കും അല്ലേ? എന്താണ്? S1 + S2 ആയിരിക്കും. അതായത് D/6 + D/8 ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് എന്ത് കിട്ടി? എന്താ കിട്ടുക? 8 + 6 14D / 48. അപ്പോൾ അത് 24, ഇത് 7. അപ്പോൾ 7D/24 എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ വാട്ട് ടൈം വിൽ ദേ ക്രോസ് ഈച്ച് അതർ ആണ്. അപ്പോൾ എത്രയാണ് ടൈം? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് സ്പീഡ് കിട്ടി 7D/24 എന്നുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? 2 ട്രെയിൻ ഉണ്ട്, സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 2D ആണ് അല്ലേ? 2D / 7D/24 ആണ്. ഓക്കെ, അതായത് 2D / 7D × 24. നമുക്ക് DD ക്യാൻസൽ ചെയ്ത് പോയി. 48/7 എന്ന് വന്നു.
അപ്പോൾ 6:42 ബാക്കി 6/7. ഓക്കെ, സെക്കൻഡ്സ് എത്രയാണ്? 6/7 സെക്കൻഡ് കൊണ്ടാണ് അവർ ക്രോസ് ചെയ്യുന്നത്. 6/7 സെക്കൻഡ് കൊണ്ടാണ് അവർ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രോസ് ഈച്ചർ എന്ന് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണുള്ളത് മനസ്സിലാക്കണം. അതുപോലെ അവര് ഒരു ട്രെയിനിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവര് എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ക്യാൻ റോ 16 km/h ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിൽ 16 km/h ഒരു മാനിന് റോ ചെയ്യാൻ പറ്റും. ഇഫ് ദ സ്പീഡ് ഓഫ് ദ കറണ്ട് 12 km/h and it takes 4 hours to a man to row a place and come back. അപ്പോൾ സ്റ്റിൽ വാട്ടറിൽ 16 km/h ഒരു മാനിന് തുഴയാൻ പറ്റും. ഇനി സ്പീഡ് ഓഫ് ദ കറണ്ട് എത്രയാണ്? 12 km/h ആണ്. ഓക്കെ, കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആ റിവറിന്റെ ഫ്ലോ. ഓക്കെ, അപ്പൊ എന്താണ് സ്പീഡ് ഓഫ് ദ കറണ്ട്? എന്താണ്? 12 km/h ആണ്. ഇനി ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിലേക്ക് പോയി തിരിച്ചു വരാൻ എടുക്കുന്ന ടോട്ടൽ ടൈമാണ് തന്നിരിക്കുന്നത് 4 hours. എങ്കിൽ എത്രയാണ് ആ പ്ലേസിന്റെ ഫാർ മീൻസ് ഡിസ്റ്റൻസ്, ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് നമ്മൾ എടുത്ത് എഴുതണം. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എന്ന് പറയുന്നത് എക്സ് 16 km/h. കറണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ അത് നമുക്ക് 12 km/h. നമുക്കറിയാം ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും ഉണ്ട് അല്ലെ. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എന്താണ്? ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് x+y ആണ്. അതായത് ഒരു ബോട്ട്, ഇങ്ങനെ ഒരു ബോട്ട് ഒരാൾ ഇങ്ങനെ തുഴയുവാണ്. ഓക്കെ, തുഴയുവാണ്. ഓക്കെ, ഇത് സ്പീഡ് ഓഫ് ദ ബോട്ട്. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഈ എലോങ് ഈ എതിർ ദിശയിലോട്ടായിരിക്കും സ്പീഡ് ഓഫ് ദ കറണ്ട് പോവുക. ഓക്കെ, ഫ്ലോ ഓഫ് കറണ്ട് എതിർ ദിശയിലായിരിക്കും. നമ്മൾ തുഴയുമ്പോൾ ബോട്ട് മുന്നോട്ട് പോവും, കറണ്ട് ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ബാക്കിലോട്ടായിരിക്കും വലിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും ഉണ്ട്. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് വരികയാണ്. ഒരു ബോട്ട് ഡൗൺ സ്ട്രീമിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ സ്പീഡ് ഓഫ് ദ ബോട്ടും സ്റ്റിൽ വാട്ടറും കറണ്ടും തമ്മിൽ എന്താണ്? ആഡ് ചെയ്യാണ്. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ മേളിലോട്ട് പോവാണ് ചെയ്യണം. അതായത് എതിർ ദിശയിലാണ് അല്ലെ, രണ്ടും എതിർ ദിശയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റിൽ വാട്ടറിന് മൈനസ് എന്തായിരിക്കും? കറണ്ട്. അപ്പോൾ സ്റ്റിൽ വാട്ടറിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരുന്നത്? കറണ്ട് ഉണ്ടാവുക. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും പോവുക. ഓക്കെ, സ്റ്റിൽ വാട്ടറും അതുപോലെ കറണ്ടും സെയിം ഡിറക്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഡൗൺ സ്ട്രീം എന്താണ്? 16 + 12 എത്ര വരും? നമുക്ക് 28 എന്ന് വരും. 28. നെക്സ്റ്റ് അപ് സ്ട്രീം എന്ന് പറയുന്നത് 16 - 12 ആണ്, അതായത് 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടോട്ടൽ ടൈം ആണ് 4 hours. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, നമുക്ക് ടോട്ടൽ ടൈം എത്ര തന്നിട്ടുണ്ട്? അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ടൈം 4 ആണ്. ഡിസ്റ്റൻസ് നമുക്കറിയില്ല, ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ d ബൈ എത്രയാണ് ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് വരുന്നത്? ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് വരുന്നത് 28 പ്ലസ് അടുത്ത് d ബൈ എത്രയാണ് അപ് സ്ട്രീമിന്റെ വരുന്നത്? 4 ആണ്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു നോക്കാം. ഓക്കെ, ഓപ്ഷൻ ആയിട്ട് ചെയ്യുമ്പോൾ =4 ആയിട്ട് ഇപ്പുറത്തും വരണം. ഓക്കെ, ഓപ്ഷൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ D24 ആദ്യം ഇട്ട് കൊടുക്കണം, അടുത്ത് 14 ഇട്ട് കൊടുക്കണം, അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 14 ബൈ നമ്മളിപ്പോൾ 24 ഇടുകയാണെങ്കിൽ 24/28. ഓക്കെ, 14/28 എന്ന് പറയുമ്പോൾ 1/2 വരും അല്ലേ. ഓക്കെ, പ്ലസ് 14/4 വരുമ്പോൾ 7/2 വരും, അതായത് 8/2 വരും. അപ്പോൾ 4 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 14 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷൻ വൈസ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് LHSഉം RHSഉം റൈറ്റ് ആണോ സെയിം ആയിട്ടാണോ വരുന്നതെന്നോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഡൗൺ സ്ട്രീം എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അപ് സ്ട്രീം എന്താണെന്ന് അറിഞ്ഞിരിക്കുക, സ്റ്റിൽ വാട്ടർ അറിഞ്ഞിരിക്കുക, കറണ്ട് അറിഞ്ഞിരിക്കുക. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള നമ്മുടെ ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡിലുള്ള സെയിം ഫോർമുലാസ് തന്നെയാണ് വരുന്നത്. ഇതിൽ കുറച്ച് കൺസെപ്റ്റ് മാറും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 12 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ 12 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മഹാപാക്കിനെ പറ്റി അഥവാ നമ്മുടെ പഠനമേളയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ കോഴ്സസും ഇനി വരാനിരിക്കുന്ന എല്ലാ കോഴ്സും നിങ്ങൾക്ക് ഇതിനകത്ത് പഠനമേളയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനകത്തുനിന്ന് കിട്ടുന്നത് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, മോക്സ്, അതുപോലെ ഇ ബുക്സ് ഇതെല്ലാം അവൈലബിൾ ആണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നാകുമ്പോൾ നിങ്ങൾക്ക് 15% ഓഫും ഉണ്ട്, കൂടെ ഡബിൾ വാലിഡിറ്റി ഉണ്ട്. 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട് 5440 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 15% റിഡക്ഷനും കിട്ടും, ഡബിൾ വാലിഡിറ്റിയും കിട്ടും. യൂസ് ചെയ്യാനുള്ള ഫാക്കൽറ്റി കോഡ് എന്ന് പറയുന്നത് Y340 ആണ്. എത്രയാണ്? Y340 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക്, നമ്മുടെ കേരള ടെലഗ്രാം ചാനൽ ലിങ്ക്. ഇതിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് വരുന്ന എല്ലാ ലൈവ് നോട്ടിഫിക്കേഷൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ, നമ്മൾ ലൈവ് സെഷൻ അല്ലാത്തത് കൊണ്ട് ഈ ഒരു ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. അടുത്ത് നമ്മൾ എന്തായാലും റിവിഷൻ 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് റിവിഷൻ 4, അങ്ങനെ നമ്മൾ ഓരോ റിവിഷൻസ് ഓരോ ഡേ ബൈ നമ്മൾ റിവിഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.